കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കായി 152 തസ്തികകൾ അനുവദിച്ചിരിക്കുകയാണ്. മെഡിക്കൽ ഓഫീസർ, നഴ്സിംഗ് ഓഫീസർ, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ തസ്തികകളാണ് അനുവദിച്ചത്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീക്ഷ, ഏതൊക്കെ തസ്തികകൾ, എങ്ങനെയൊക്കെ ആയിരിക്കും നിയമനങ്ങൾ? വിനീത, ആരോഗ്യവകുപ്പിൽ താഴെ തട്ടിലുള്ള ആശുപത്രികളിൽ ജീവനക്കാരുടെ കുറവ് എപ്പോഴും ഉണ്ടായിരുന്നൊരു പ്രശ്നമാണ്. നേരത്തെ തന്നെ ഈ ഡോക്ടർമാർ ഉൾപ്പെടെ അക്കാര്യം സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ 152 തസ്തികകളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അനുവദിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 12 മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തിക അനുവദിച്ചിട്ടുണ്ട്. അത് വിവിധ ജില്ലകളിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലാണ് 12 മെഡിക്കൽ ഓഫീസർമാരെ ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത്. ഇതിന് പുറമെ നഴ്സിംഗ് ഓഫീസർ, ഒപ്പം ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ എന്നിവരുടെ തസ്തികകളാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ആരോഗ്യ പ്രവർത്തകരുടെ ഒരു കുറവിൽ ഒരു പരിഹാരം വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, MG പ്രതീക്ഷാണ് വിശദാംശങ്ങൾ നൽകിയത്.